അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. തുടങ്ങല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ദുൽഖർ പുതിയ സിനിമ വരാൻ പോകുന്നത് കാന്ത എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. അത് സെപ്റ്റംബർ 5-നാണ് റിലീസ്. ക്ലാഷ് വിത്ത് മദ്രാസി. അത് ഇവിടെ നമുക്ക് നോക്കുമ്പോ ഇച്ചിരി ടൈറ്റ് ആയിരിക്കും, കാരണം ആ സമയത്താണ് നമ്മുടെ ഓണർ റിലീസസും വരുന്നത്. അപ്പൊ ഒരുപാട് ക്ലാഷ് റിലീസ് ഉണ്ടാവും. സെപ്റ്റംബർ 5-ആണ് തിരുവോണം. അപ്പൊ തിരുവോണത്തിന്റെ ഒരാഴ്ച മുന്നാണ് ലാലേട്ടന്റെ ഹൃദയപൂർവ്വം വരുന്നത്. അതിന്റെ നമ്മുടെ തിരുവോണത്തിന്റെ തലേദിവസമാണ് ഫഹദിന്റെ സിനിമ ഓടും കുതിര ചാടും കുതിര വരുന്നത്. അപ്പൊ ഓണം കുറച്ച് പ്രൊഡക്ഷനിൽ വരുന്ന സിനിമ ഉണ്ടല്ലോ ലോക. ഓ, അതും ഓണം റിലീസാണ് ഓഗസ്റ്റിലാണ്. ദുൽഖർ രണ്ടാമട്ടാണ് ക്ലാഷ് ശിവകാർത്തികേയനായിട്ട് വരുന്നത്. അമരന് ലക്കി ഭാസ്കർ ഏകദേശം ഒപ്പമുള്ള ഇറങ്ങിയത്. പക്ഷെ ഇത് പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാന്തയും അതുപോലെ തന്നെ ശിവകാർത്തിക സിനിമ തമിഴാണ്. അപ്പൊ ഡയറക്ടർ ക്ലാഷ് റിലീസ് ആണ് അവിടെ. ആക്ച്വലി രണ്ട് ടോപ്പിക്കാണ്, അതുകൊണ്ട് അതെ. ക്രിട്ടിക്കലി ദുൽഖറിന് നല്ലൊരു അഭിപ്രായം. അടുത്ത ലാലേട്ടൻ സിനിമ. ലാലേട്ടന്റെ പുതിയ സിനിമയുടെ അപ്ഡേറ്റ് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഏതാണ് ആദ്യം ഷൂട്ട് തുടങ്ങാൻ പോണെന്നുള്ള, അല്ലെങ്കിൽ ഏതാണ് അത് അടുത്ത് ജോയിൻ ചെയ്യാന്നുള്ള. റീസെന്റ് ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് ഉണ്ടാവും നമ്മൾ കേട്ടിരുന്നു. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ മഹേഷ് നാരായണന്റെ സിനിമയിലൊക്കെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ വരാൻ പോകുന്ന സിനിമ ഡോനാസ്റ്റിനാണ് സംവിധാനം ചെയ്യണത്. ഡോനാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല്ലുമാലയില് അഭിനയിച്ചിട്ടുണ്ട്. കടവിലെ ആ ഫുട്ബോൾ കളിക്കാരനെ. പിന്നെ നമ്മുടെ വിജയ് സൂപ്പർ എടുത്തു പറയേണ്ട സിനിമ തന്നെ. അപ്പൊ ആളാണ് ഡയറക്ട് ചെയ്യുന്നത്, ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ സിനിമ ആയിരിക്കും അടുത്തതായിട്ട് വരാൻ. സിനിമ ഒരു കോമഡി അല്ലെന്ന് ത്രില്ലർ ആയിരിക്കും എന്നുള്ളതാണ്. ഒരു കോപ്പ് ത്രില്ലർ ഒരു യൂണിഫോമിന്റെ സൈഡിൽ. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറഞ്ഞിട്ടൊരു കാര്യം, നമ്മുടെ ലാലേട്ടന്റെ മകളുടെ സിനിമയുടെ അനൗൺസ്മെന്റ് ആണ് തുടക്കം പറഞ്ഞത്. ആ സിനിമയിൽ ലാലേട്ടൻ ഒരു ക്യാമറ റോളിൽ അപ്പിയർ ആണ്. നമ്മുടെ ജൂഡ് ഡയറക്ട് ചെയ്യണം. അതെ. അതുപോലെ തന്നെ നമ്മുടെ ദിലീപിന്റെ സിനിമ ഉണ്ടല്ലോ പറക്കുമ്പപ്പൻ പറഞ്ഞിട്ട്, ഓൾമോസ്റ്റ് 8 വർഷത്തോളമായി ആ സിനിമ നമ്മൾ കാണാൻ കാത്തിരിക്കണം. ആ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ഇപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ വർഷം തന്നെ സിനിമയുടെ ഷൂട്ട് തുടങ്ങാൻ സാധ്യതയുണ്ട്. മലയാളത്തിലൊരു സൂപ്പർ ഹീറോ ഫിലിമാണ്. ഫസ്റ്റ് അനൗൺസ്മെന്റ് അടുത്ത സൂപ്പർ ഹീറോ ഫിലിം ആയിരുന്നു. അതെ, ദിലീപ് ഒരു സൂപ്പർ ഹീറോ അഭിനയിക്കുക എന്ന് പറയുമ്പോ അതില് കോമഡി കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊരു ലോക്കലൈസ് ചെയ്ത സൂപ്പർ ഹീറോ ആയിരിക്കും. പിന്നെ ആ സിനിമയിൽ ഇപ്പോ ദിലീപിന്റെ ഗ്രാൻഡ് പ്രൊഡക്ഷൻ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ശ്രീഗോകുല മൂവീസും കൂടി ചേർന്നിട്ടുണ്ട്. സിനിമ ഡയറക്ട് ചെയ്യണ വിയാൻ വിഷ്ണു, സിനിമ എഴുതണ റാഫിയാണ്. അതുപോലെ അടുത്തത് ദിൽരാജു റീസെന്റ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അടുത്തതായിട്ട് പുള്ളിയുടെ വരാൻ പോകുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ അല്ലു അർജുൻ പ്രശാന്ത് സിനിമ. അത് രണ്ടും വലിയ പേരുകൾ തന്നെ. അല്ലു അർജുൻ ഇപ്പോ വളരെ വളരെ വലിയ പേരാണ്. ആഫ്റ്റർ പുഷ്പ സിനിമ കഴിഞ്ഞിട്ട് വരുന്ന സിനിമ. കാരണം പുഷ്പക്ക് ശേഷം വരാൻ ചെറിയൊരു സിനിമയായിരുന്നു. അത് ഡിലേ ചെയ്തിട്ടാണ് ഇപ്പൊ അല്ലിയുടെ വലിയൊരു സിനിമയ്ക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനുശേഷമുള്ള സിനിമ എന്ന് പറയുമ്പോഴും പ്രശാന്തിന്റെ പടം പറയുമ്പോൾ അത് എത്രത്തോളം വലുതാണെന്ന് ചിന്തിക്കാം. പ്രശാന്തിയിൽ മിക്കവാറും സലാർ 2 കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ അത് മാത്രല്ല അല്ലൂർജിന്റെ സിനിമ കുറച്ച് ഡിലേ, കുറച്ച് സമയം എടുത്തിട്ട് 2026 അല്ലെങ്കിൽ 2027 ഉണ്ടാവുള്ളൂ പറയുന്നത്. അപ്പൊ അടുത്ത് അതുപോലെ തന്നെ നമ്മുടെ സൂര്യയുടെ പിറന്നാളാണ് ഈ വരുന്ന 23-ാം തീയതി. അപ്പൊ കുറച്ചധികം അപ്ഡേറ്റ്സുകൾ നമുക്ക് വരാനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കറുപ്പ് എന്ന് പറഞ്ഞ RJ ബാലാജി സംവിധാനം ചെയ്ത സിനിമയുടെ ടീസർ ഒഫീഷ്യലി നമ്മുടെ മ്യൂസിക് ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇപ്പൊ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമ നമ്മുടെ സിനിമ, ആ സിനിമയുടെ ഒരു ടൈറ്റിൽ പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ വിഷ് പോസ്റ്റർ അതിന് സാധ്യത ഉണ്ട്. വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന സിനിമക്ക് ഇപ്പൊ പലരും അതൊരു ത്രില്ലർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഡയറക്ടർ തന്നെ വന്നിട്ട് അതൊരു ഫാമിലി എന്റർടൈനർ ത്രില്ലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, സംവിധായകന്റെ കഴിഞ്ഞ സിനിമ എന്തായിരുന്നു? അത് ത്രില്ലർ ആയിരുന്നു. ഈ സിനിമ ത്രില്ലർ അതല്ലല്ലോ നമ്മള്. പുള്ളി അത് ക്രാക്ക് ചെയ്യാനാണ്. അതെ അതെ അതെ. അല്ലെങ്കിൽ അതിന് മുകളിൽ പോയെന്നുള്ള ടോക്കൊക്കെ വരുമല്ലോ. പിന്നെ അദ്ദേഹത്തിന്റെ ഇനി വരാൻ പോകുന്ന 47-ാമത്തെ സിനിമ, അതായത് ഒരു മലയാളം ഡയറക്ടർ ആയിരിക്കും എന്നുള്ള വാർത്ത കുറെ നമ്മൾ കേൾക്കുന്നു. അമൽ നീരദും അതുപോലെ തന്നെ ബേസിൽ ജോസഫ്. ലാസ്റ്റ് നമ്മൾ കേട്ട പേര് ജിത്തു മാധവന്റെയാണ് നമ്മുടെ ആവേശം രോമാഞ്ചം ചെയ്തത്. അപ്പൊ ആ സിനിമയുടെ അനൗൺസ്മെന്റ് ഉണ്ടാവുന്ന കേൾക്കുന്നത്. അതായത് നമ്മുടെ 2D അല്ലെങ്കിൽ സ്റ്റുഡിയോ ഗ്രീനായിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ SK24 ശിവകാർത്തികന്റെ 24-ാമത്തെ സിനിമയെ പറ്റി കുറെ ടോക്ക് ഉണ്ടായിരുന്നു. അതായത് സിബി ചക്രവർത്തി, പിന്നെ ജൂഡ് ആന്റണി നമ്മൾ തന്നെ പറഞ്ഞു. ഇപ്പൊ അവരൊക്കെ മാറ്റിയിട്ട് വിനായക് ചന്ദ്രശേഖർ, അതായത് നമ്മുടെ ഗുഡ് നൈറ്റ് പറഞ്ഞ ഫിലിം, ഗുഡ് നൈറ്റ് ഭൂരിഭാഗം കണ്ടിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. അത് മണികണ്ഠന്റെ സിനിമ,
അപ്പോ ആ സിനിമയുടെ ഡയറക്ടറാണ് അടുത്ത പടം ഡയറക്ട് ചെയ്യാന്നുള്ള. SK24 അവസാനം വന്നത് നമ്മുടെ വെങ്കട് പ്രഭു ആയിരുന്നു. അതെ. അതൊരു ടൈം ട്രാവൽ ഫിലിം ആയിരുന്നു. പക്ഷെ അത് ഡ്രോപ്പഡ് അല്ല. SKയുടെ വരാൻ പോകുന്ന ഒരു സിനിമ അതായിരിക്കും ഒരു ഉറപ്പാണ്. നമ്മള് മുന്നേ ഒരു അപ്ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർത്തിയുടെ. കാർത്തി 29 കാർത്തി 29 തമിഴ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അതെ, നമ്മുടെ താണാക്കാരൻ സിനിമ ഡയറക്ടർ. അപ്പൊ ആ സിനിമയ്ക്ക് ഒരു ടൈറ്റിൽ ഇപ്പൊ വന്നത് മാർഷൽ എന്നാണ് പേര്. റോളക്സിനെ കണ്ടവരും മാർഷൽ. തമിഴ് പിന്നെ ഡയറക്ടർ മാത്രമല്ല ഒരു ആക്ടറും കൂടി നമ്മുടെ വിടുതലയിലൊക്കെ അഭിനയിച്ചു. അതെ, ഈ പറഞ്ഞ മാർഷൽ എന്ന് പറഞ്ഞ സിനിമയുടെ പൂജ ഈ വരുന്ന 10-ാം തീയതി ജൂൺ 10 നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയില് 2 ക്യാമിയോസ് ഉണ്ടാവുന്നുള്ളത് കേൾക്കുന്നുണ്ട്. നമ്മുടെ നിവിനും അതുപോലെ തന്നെ നാനിയുടെ കേസ് പറയുമ്പോ ഹിറ്റില് നമ്മുടെ കാർത്തി പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടും വരാൻ സാധ്യത ഉണ്ട്. പ്രതീക്ഷിക്കും. ഓക്കെ.